السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മുഅ്മിനുകളായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളും ശമായിലുകളുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം ഏതു രൂപത്തിലായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണവിശേഷണങ്ങളെപ്പോലെ തന്നെ അവിടുത്തെ ശരീര ഭംഗിയും വളരെയധികം മികച്ചതായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചില കാര്യങ്ങളൊക്കെ നാം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരികമായിട്ടുള്ള ചില പ്രത്യേകതകളിൽ നമ്മൾ അനുകരിക്കേണ്ടതും അനുധാവനം ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളും കൂടിയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അത് പ്രവാചകന്റെ മുടിയാണെങ്കിലും താടിയാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമാണെങ്കിലും നടത്തമാണെങ്കിലും ഇരുത്തമാണെങ്കിലും ഉറക്കമാണെങ്കിലും ഏത് കാര്യങ്ങളിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുരുഷനാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടിയും താടിയും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാവുകയില്ല. എന്നാൽ മുടി സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് പുരുഷന്മാർ കൈകാര്യം ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയെ സംബന്ധിച്ചും താടി രോമങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഹദീസിൽ കാണാം. അൻ അലി റളിയല്ലാഹു അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അളീമൽ ലഹ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സമൃദ്ധമായ താടിയുള്ള ആളായിരുന്നു. കസ്സുൽ ലഹ്യ എന്ന് മറ്റൊരു റിവായത്തിൽ കാണാം. അഥവാ തിങ്ങി നിൽക്കുന്ന താടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസീറ ശഅരിൽ ലഹ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വദൽ ലഹ്യ. ഇങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഒരു പുരുഷന്റെ മുഖത്തുണ്ടാകേണ്ട താടി രൂപങ്ങളെ സംബന്ധിച്ച് പ്രവാചകന്റെ സ്വഹാബത്ത് നമുക്ക് വിശദീകരിച്ച് നൽകുകയാണ്. മഹാനായ അബൂ മഅ്മർ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖുൽതു ലി ഖബ്ബാബ് ബിനുൽ അറദ്, ഞാൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ ളുഹ്രി വൽ അസ്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ്ർ നമസ്കാരങ്ങളിലും അസ്ർ നമസ്കാരങ്ങളിലും ഫാത്തിഹ സൂറത്തിന് പുറമെ സൂറത്തുകൾ ഓതാറുണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു നഅം. അപ്പോൾ ഞാൻ ചോദിച്ചു, ബി അയ്യി ശൈഇൻ കുൻതും തഅലമൂന ഖിറാഅതഹു, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത്? ഞങ്ങൾ ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെയും ബിൽ തുറാബി ലിഹ്യതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമങ്ങൾ ഇളകാറുണ്ട് ഖിറാഅത്ത് ചെയ്യുമ്പോൾ, ഓതുമ്പോൾ. പ്രവാചകൻ ഖുർആൻ ഫാത്തിഹ സൂറത്തിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുകൾ ഓതുമ്പോൾ ഞങ്ങൾക്ക് ബാക്കിൽ നിന്ന് നോക്കിയാൽ തന്നെ പ്രവാചകന്റെ താടി ഇളകുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് ഞങ്ങളത് മനസ്സിലാക്കിയിരുന്നത് എന്ന് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കറുത്ത മുടിയാണ്. 3 രീതിയിലാണ് പ്രവാചകന്റെ മുടിയെ സംബന്ധിച്ച് ഹദീസുകൾ വന്നിട്ടുള്ളത്. ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ മുടി പല രീതിയിൽ വെട്ടുന്ന അല്ലെങ്കിൽ മുടിയിൽ പല കോലക്കേടുകളും കാണിക്കുന്നൊരു കാലഘട്ടമാണ് ഇന്നത്തെ നമ്മുടെ കാലഘട്ടം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പലരും പല സൈഡുകൾ വരണ്ടുന്നു, ചുരണ്ടുന്നു. അതുപോലെ തന്നെ പലരും പല രൂപത്തിൽ, അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ, പ്രായമുള്ളവർ വരെ അതിൽ ഇന്ന് ഒരു വ്യത്യാസവുമില്ലാതെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടികൾ 3 രൂപത്തിലാണ് ഹദീസിലുള്ളത്. ഒന്ന്, യബ്ലുഗു ശഹ്മത ഉദ്നിഹി, റസൂലുള്ളാഹിന്റെ ചെവിയുടെ ഈ കുന്നി വരെ. അതുപോലെ തന്നെ ബൈന ഉദ്നിഹി വആതിഖി, അതിനേക്കാൾ കുറച്ചുകൂടി താഴ്ന്ന റസൂലുള്ളാഹിന്റെ ചുമലിന്റെ കുറച്ചു മേലെ നിൽക്കുന്ന അവസ്ഥ. മൂന്നാമതായി ശഅറുഹു യദ്രിബു മൻകിബൈ, റസൂലുള്ളാഹിന്റെ ഈ ചുമലിൽ തട്ടി നിൽക്കുന്ന അവസ്ഥ. ഈ 3 രീതിയിലും പ്രവാചകന്റെ മുടികൾ ഉണ്ടാകാറുണ്ട്. ഇത് ഏത് സന്ദർഭത്തിലാണ്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ബൽ ദാലിക ലിഖ്തിലാഫിൽ ഔഖാത്ത്, ഇത് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ. പ്രവാചകൻ ദീർഘമായ യുദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ മുടി വെട്ടാൻ അവസരം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹിന്റെ ചില മങ്കിബയ്ക്ക് മുടി ഇറങ്ങി നിൽക്കും. അത് സ്ഥിരമായ ഒരു രീതിയല്ല. യുദ്ധ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മശ്ഗൂലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ്. അതല്ലാതെ സദാസമയം പ്രവാചകൻ മങ്കിബയ്ക്ക് മുടി ഇറക്കി നടക്കുന്ന ആളായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി സഹോദരന്മാരെ, ഇതാണ് റസൂലുള്ളാഹിന്റെ ഏറി വന്നാൽ നീണ്ട മുടി ഇത്രൻ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ തലയിൽ നിന്ന് ചുവരിലേക്ക് ഇറങ്ങി നിൽക്കുന്നൊരു മുടി. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചില മുടിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കുതിരയുടെ മുടിയുടെ അത്ര വലുപ്പമുള്ള ഒരു പോത്തിന്റെ വാലിന്റെ അത്ര വലുപ്പമുള്ളൊരു മുടി. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണെന്ന് പറഞ്ഞ് ആളുകളെ വഞ്ചിക്കുന്ന ഏർപ്പാട് നമ്മുടെ നാടുകളിൽ നിന്ന് വ്യാപകമാണ്. എന്ന് മാത്രമല്ല, അത് വളർന്നു എന്നാണ് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഊദു ബില്ലാഹി മിൻ ദാലിക്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകന്റെ ശരീരത്തിലെ മുടി ഷഅർ വളർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുടി വെട്ടാനും അത് കളയാനുമൊക്കെ പ്രത്യേകമായി ആളുകളുണ്ടായിരുന്നു. ശരി, ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ശരീരത്തിൽ നിന്ന് വേർപെട്ടിട്ടുണ്ടെങ്കിൽ, അത് വളരുന്നുണ്ടെങ്കിൽ അത് സഹാബത്ത് പറയണം. സഹാബത്തിന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഉണ്ടായിരുന്നു. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തഖ്സീം ചെയ്തിട്ടുണ്ട്. കാരണം അത് ബറക്കത്തുള്ള റസൂലുള്ളാഹിന്റെ മുടിയാണെങ്കിൽ അതിന് ബറക്കത്തുണ്ടാകും. പക്ഷേ ഇന്ന് നമ്മുടെ നാടുകളിൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമല്ല ഭൂമിയിൽ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആധാറുകളും നിലവിലില്ല എന്നതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം പഠനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരും ഗവേഷകൻ അഹ്മദ് തൈമൂർ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന് അൽ ആഥാറുൻ നബവിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിൽ വളരെ കൃത്യമായി ഇന്ന് റസൂലുള്ളാഹിന്റെ മുടിയും അതുപോലെ തന്നെ ഡ്രസ്സും എന്ന് പറഞ്ഞ പല തരത്തിലുള്ള നാടുകളിൽ സുലഭമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇട്ട ചുരിദാർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ധരിച്ച വസ്ത്രം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ജുബ്ബ എന്ന് പറഞ്ഞിട്ട്, പ്രവാചകന്റെ ചെരുപ്പ് എന്ന് പറഞ്ഞ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന്റെ പല മ്യൂസിയങ്ങളിലുമുണ്ട്. പക്ഷെ അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സ്ഥിരപ്പെട്ടു വന്നതായിക്കൊണ്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുകയില്ല. പിന്നെ പ്രവാചകനിലേക്ക് സ്ഥിരപ്പെടാത്തൊരു കാര്യം പ്രവാചകന്റേതാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാണ്? ഒന്ന്, പ്രവാചകന്റെ പേരിൽ കളവ് പറയലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ കളവ് പറഞ്ഞാൽ റസൂൽ പറഞ്ഞു, ഇന്ന കദിബൻ അലയ്യ ലൈസ കദിബിൻ അലാ അഹദിൻ,
എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും കളവ് പറഞ്ഞ പോലെയല്ല. അതിന്റെ ഗൗരവം എത്രയാണ്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വളരെ ഭംഗിയുള്ള മുടിയാണ്. പക്ഷെ ഇവിടെ ആളുകൾ പ്രദർശിപ്പിക്കുന്നതും കൊണ്ടുവന്നതുമായ ഒരു വികൃതമായ രൂപത്തിൽ അത് റസൂലുള്ളാഹിനെ നിന്ദിക്കലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കാഫിറായി പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയോ അതിന്റെ പേരിൽ ആളുകൾക്കിടയിൽ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഇതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതോ അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അത് പ്രവാചകന്റെ സ്നേഹമായി കൊണ്ട് പറയാൻ പറ്റുന്നതോ അല്ല. പിന്നെ പ്രവാചകന്റെ ഷഅർ റജിലായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഒരു ജടകുത്തിയ മുടിയുള്ള ആളായിരുന്നില്ല. പ്രവാചകന്റെ ഹദീസിൽ കാണാം, മൻ കാന ലഹു ഷഅറുൻ ഫല്യുക്രിംഹു. ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ അവൻ മുടിയെ ആദരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജടകുത്തി പാറിക്കളിച്ചിരിക്കുന്ന നടക്കുന്ന മുടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ജടകുത്തി ചീകി വെക്കാത്ത മുടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നൊക്കെ അത് ഫാഷനായി മാറിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മുടി ഒരു അലങ്കോലമാക്കി നടക്കുന്നത് പോലും, വികൃതമാക്കി നടക്കുന്ന പോലും പല അഭ്യാസങ്ങളും കാണിച്ചുകൊണ്ട് വേഷത്തരം കാണിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി അങ്ങനെയായിരുന്നില്ല. പ്രവാചകന്റെ മുടിയിൽ നര ബാധിച്ചിരുന്നു എന്ന് ചില ഹദീസുകൾ കാണാൻ കഴിയും. വളരെ അപൂർവമായിട്ട് മാത്രമേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നര ഉണ്ടായിരുന്നുള്ളൂ. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൈസ ഫീ റഅസിഹി വലിഹയതി 20 ശഅറ ബൈള. പ്രവാചകൻ 63-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. പക്ഷെ 63-ാമത്തെ വയസ്സിലായിരിക്കും പ്രവാചകന്റെ തലയിലും താടിയിലും ഏകദേശം 20 മുടി പോലും നരച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നിരുന്നില്ല. ഈ നരച്ചത് എവിടെയാണ്? വഇന്നമാ കാനൽ ബയാളു ഫി അൻഫഖതിഹി. റസൂലുള്ളാഹിന്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ താടി രോമത്തിന്റെ ഇവിടെ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അത്തർ പൂശിയിരുന്ന സ്ഥലം ഇവിടെയും ഈ രണ്ട് ഭാഗങ്ങളിലുമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി നരച്ചത്. അത് തന്നെയും തലയിലും താടിയിലുമായിട്ട് ആകെ 20ഓളം മുടിയേ ഉള്ളൂ. ഇനി അനസ് റളിയല്ലാഹു അൻഹു ഇദദ്ദഹന വമശത ലം യതബയ്യൻ. ഇത് തന്നെ പ്രവാചകൻ നല്ല മുടി എണ്ണയിട്ട് ചീകി വെച്ചാൽ ആ നര കാണാറുണ്ടായിരുന്നില്ല എന്നതാണ്. വഇദാ ശഅസ റഅസുഹു തബയ്യന. റസൂലുള്ളാഹി തല എണ്ണടാതെ കുറച്ച് തലൊക്കെ പൊടിയും കാര്യങ്ങളിൽ കുറച്ച് കുളിക്കാതിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിലാണ് ആ നര പ്രകടമായിരുന്നത് എന്നതാണ്. ഇവിടെ നരയുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കാര്യം കൂടി സാന്ദർഭികമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അവന്റെ ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ അവന് ശൈബത്തുണ്ടാകും, ലഅഫൻ വ ശൈബ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവന്റെ തുഫൂലത്തും, അത് കഴിഞ്ഞാൽ പിന്നെ ശബാബും, അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഷീഖു എന്ന് ഒരു ഷീഖായി കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായി കൊണ്ടും നര ബാധിക്കും, അവന്റെ ശരീരത്തിന് ശക്തതകൾ ബാധിക്കും. ഒരു നര ബാധിച്ചു കഴിഞ്ഞാൽ ആ നര യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വജാഅകുമുൻ നദീർ. അതിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു കാര്യം എന്താണ്? മനുഷ്യന്റെ നരയാണ്. അഥവാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു, പോകാനായി തയ്യാറെടുപ്പിന് ഒരുങ്ങിക്കോ, പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളും, അഥവാ തസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ എന്നുള്ള പറഞ്ഞില്ലേ. അഥവാ സാദ് ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു ഇഷാറത്താണ്, ഒരു നദീറാണ് യഥാർത്ഥത്തിൽ ഷൈബ് എന്ന് പറഞ്ഞാൽ. അതൊരിക്കലും കറുപ്പിക്കാൻ പാടില്ല. കാരണം കറുപ്പിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളുപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫതഹിന്റെ അന്ന് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് കൊണ്ടുവരാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണ് അദ്ദേഹം. പ്രവാചകൻ ഗയ്യിറു ഹാദാ ബിശൈഇൻ വജ്തനിബുസ് സവാദ്. നിങ്ങൾ ഈ നര അത് മാറ്റുക, നിങ്ങൾ കറുപ്പ് ഒഴിവാക്കുകയും ചെയ്യുക. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിം രേഖപ്പെടുത്താൻ, വമദ്ഹബുന ഇസ്തിഹ്ബാബ് ഖിലാബ് ശൈബ് ലിർറജുൽ വൽ മർഅ ബിസുഫ്റത്തിൻ ഔ ഹംറ. നമ്മുടെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ശാഫിഈ മദ്ഹബിൽ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നരബാധിച്ച മുടി അത് ചുവപ്പ് കൊണ്ടും അതുപോലെ തന്നെ മഞ്ഞ നിറം കൊണ്ടും ആ ചുവപ്പിനെ മാറ്റൽ സുന്നത്താണ്. എന്നാൽ വയഹ്റുമു ഖിലാബുഹു ബിസ്സവാദി അലൽ സഹീ. സ്വഹീഹ് അഭിപ്രായ പ്രകാരം കറുപ്പ് കൊണ്ടൊരിക്കലും ചായം പൂശാൻ പാടില്ല. ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വജ്തനിബുസ് സവാദ്, നിങ്ങൾ കറുപ്പിനെ ഒഴിവാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഹറാമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖദ് ഇഖ്തലബ അബൂബക്കർ ബിൽ ഹന്നാഇ വൽ കതം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൈലാഞ്ചി കൊണ്ടും കത്തം കൊണ്ടും
തൻ്റെ നിര മാറ്റിയിരുന്നു എന്ന ഹദീസിൽ കാണാൻ കഴിയും. പക്ഷെ ഇന്ന് വ്യാപകമായിക്കൊണ്ട് ആളുകൾ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിരോധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിന്റെ ഗൗരവം പ്രവാചകൻ പറഞ്ഞു, യകൂനു ഖൗമുൻ യഖ്ലിബൂന ഫി ആഖിരി സമാനി ബിസ്സവാദ് കഹവാസുൽ ഹമ്മാം ലാ യരീഹൂന റായിഹത്തൽ ജന്ന. അവർക്ക് സ്വർഗത്തിലേക്കിന്റെ വാസന പോലും അനുഭവിക്കാൻ സാധിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സഹോദരന്മാരെ, ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണങ്ങൾ ഹദീത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെയാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലുള്ള പ്രവാചകത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞ ഖാതമുൻ നുബുവ. മഹാനായ ജാബിർ ബിൻ സമുർ റളിയല്ലാഹു അൻഹു പറയാൻ, റഅയ്തുൽ ഖാതം ഇൻദ കത്ഫി മിസ്ല ബൈദത്തിൽ ഹമാമ യുശ്ബിഹു ജസദിഹി. യുശ്ബിഹു ജസദു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടത്തെ കത്ഫിൽ അഥവാ തോളിൽ പ്രവാചകന്റെ പ്രവാചകത്വ മുദ്ര ഉണ്ടായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്നതിന്റെ തെളിവായിക്കൊണ്ട് പ്രവാചകന്റെ ശരീരത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടയാളങ്ങൾ വെച്ചിരുന്നു എന്നതാണ്. അതിനൊരു പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഇറച്ചി കഷ്ണം, ഒരു വെളുത്ത നിറത്തിലുള്ള ഇറച്ചി കഷ്ണം, അതിനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ബൈലത്തുൽ ഹമാം, ഒരു പ്രാവിന്റെ മുട്ട പോലെ ചെറിയ ഒരു ഇറച്ചിയുടെ കഷ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടത്തെ കത്ഫിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിന്റെ നിറം റസൂലുള്ളാഹിന്റെ ശരീരത്തിലെ നിറം തന്നെയായിരുന്നു, വെളുത്ത നിറം തന്നെയായിരുന്നു. ഇതെന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്നതിന്റെ അടയാളമായിക്കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്, ഖാതമുൻ നബിയ്യീനാണ് എന്നതിന്റെയും തെളിവാണ്. വേറെ ഒരു പ്രവാചകനും ഇങ്ങനൊരു അടയാളം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്നില്ല. ഇത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. ഈ അടയാളം കൊണ്ട് തന്നെ പ്രവാചകനെ പ്രവാചകനായിക്കൊണ്ട് ചില ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ അബൂ താലിബിന്റെ കൂടെ ഷാമിലേക്ക് മറ്റു യാത്ര പോയി. ഷാമിലേക്ക് യാത്ര പോയ സന്ദർഭത്തിൽ ബുഹൈറ എന്ന് പറയുന്ന ഒരു ജൂത പണ്ഡിതൻ, അല്ലെങ്കിൽ വേദം പഠിച്ച പണ്ഡിതൻ, അയാൾ അബൂ താലിബിന്റെ കൂടെ നിൽക്കുന്ന ഈ ചെറിയ കുട്ടിയെ കാണുന്നു. യാദൃശ്ചികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിലുള്ള ഈ ഒരു അടയാളം അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. കാരണം ഞങ്ങൾ വേദങ്ങളിൽ ഇതൊരു പ്രവാചകൻ വരാനിരിക്കുന്നു, ആ പ്രവാചകന്റെ ചുമരിൽ, ഇത് ഇടത്തെ ചുമരിൽ ഇതുപോലൊരു അടയാളം കാണുന്നു എന്ന് ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലുണ്ട്. ഇദ്ദേഹം ആ പ്രവാചകനാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് അബൂ താലിബിനോട് അദ്ദേഹം വസിയത്ത് കൊടുക്കുകയാണ്, നിങ്ങൾ ഇദ്ദേഹത്തെ നല്ലവണ്ണം സൂക്ഷിക്കണം. ഇദ്ദേഹത്തിന് ശത്രുക്കളുണ്ടാകും, ഇദ്ദേഹത്തെ ആളുകൾ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ നല്ലവണ്ണം സൂക്ഷിക്കണം, നല്ലവണ്ണം കാത്തു സംരക്ഷിക്കണമെന്ന് അബൂ താലിബിന് അദ്ദേഹം നിർദ്ദേശം കൊടുത്തതായി കൊണ്ട് കാണാൻ കഴിയും. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് മുസ്ലിം ആകാൻ വരുന്ന രംഗം ഹദീസിൽ കാണാം. ثم جئت رسول الله صلى الله عليه وسلم وهو ببقيع الغرقد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ഒരുപാട് സുദീർഘമായ യാത്രകൾ നടത്തി. അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വിശാലമായ ചരിത്രമാണ് സൽമാൻ അൽ ഫാരിസിയുടേത്. അങ്ങനെ പ്രവാചകനെ കാണാനുള്ള കൊതി കൊണ്ട് ആ ത്വരമൂത്ത് പ്രവാചകന്റെ അടുക്കലേക്ക് സൽമാൻ അൽ ഫാരിസി വരുന്നു. അദ്ദേഹം ഒരു ബഖീൽ ഖർഖദിലാണ്. വഖദ് തബിഅ ജനാസത റജുലി മിൻ അസ്ഹാബി. റസൂലുള്ളാഹിന്റെ സഹാബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചിട്ട് റസൂലുള്ളാഹി അവിടെ ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. വഹുവ ജാലിസുൻ ഫി അസ്ഹാബിഹി ഫസല്ലംതു അലൈഹി. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്ന് സലാം പറഞ്ഞു. സുമ്മ അസ്തദ്ബർതുഹു. എന്നിട്ട് ഞാൻ റസൂലുള്ളാഹിന്റെ ബാക്കിലേക്ക് മാറിയിരുന്നു. കാരണം ഞാൻ എന്താ നോക്കുന്നത്? അൻദുർ ഇലാ അല്ലാഹിരി. ഞാൻ എന്താ നോക്കുക? റസൂലുള്ളാഹിന്റെ പുറത്തേക്ക് ഞാൻ നോക്കാൻ. ഹൽ അറൽ ഖാതം അല്ലദി വസഫ ലി സാഹിബി. എന്റെ കൂട്ടുകാരൻ എനിക്ക് റസൂലുള്ളാഹി സത്യപ്രവാചകനാണോ ഒറിജിനൽ പ്രവാചകനാണെന്ന് അറിയാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ ഇടത്തെ ചുമലിൽ ഒരു അടയാളം ഉണ്ടാകും. അത് നോക്കിയാൽ ആ പ്രവാചകൻ സത്യപ്രവാചകനെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞിട്ട് വേഗം ബാക്കിലേക്ക് മാറുന്നു. ഞാൻ ഇതാ നോക്കുന്നത്. അപ്പോ ഫലമ്മാ റആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഈ ഒരു പതിവില്ലാത്ത എന്റെ ബാക്കിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കണം കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി ഞാൻ എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ച് വിശേഷിപ്പിക്കപ്പെട്ട കാര്യം അന്വേഷിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാകുകയും ഫഅൽഖാ റിദാഅഹു അൻ ളഹരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ശരീരത്തിൽ നിന്ന് ആ വസ്ത്രം അതും മാറ്റി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് കാണിച്ചു കൊടുക്കുകയാണ്. ഫനദർതു ഇലാ ഖാതം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ശരീരത്തിലുള്ള ആ ഖാത്തമിനെ ഞാൻ കാണുകയാണ്. ഫഅറഫ്തുഹു, അപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയും ഫഅകബബ്തു ഇലൈഹി വഅഖബ്ബിലുഹു വഅബ്കി, അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക്, പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഞാൻ വീഴുകയും റസൂലുള്ളാഹിനെ തുരുതുരെ ചുംബിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകനെ ഞാൻ കണ്ടുമുട്ടിയ സന്തോഷം കൊണ്ട് അദ്ദേഹം കരയുകയും ചെയ്തു. അപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കിയത് ഈ ഒരു അടയാളം കൊണ്ടാണ്. അതുപോലെ തന്നെ ഹുയൈ ഇബ്നു അഖ്തബ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവായിരുന്നു അദ്ദേഹം, വലിയ ഗോത്രത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം. തന്റെ സഹോദരനുമൊക്കെ മദീനയിലേക്ക് വന്നു, റസൂലുള്ളാഹിയുമായിട്ട് സംസാരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100% സത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കി. അവസാനം റസൂലുള്ളാഹിയോട് അദ്ദേഹം ചോദിച്ചു, താങ്കളുടെ പ്രവാചകത്വത്തിന്റെ മുദ്ര എനിക്കൊന്ന് കാണിച്ചു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇടത്തെ ഭാഗത്തുള്ള ആ മുദ്ര കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായ പ്രവാചകനാണ് എന്ന്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ തന്റെ സഹോദരൻ ചോദിക്കുന്നു, ഹുവ, നിങ്ങൾ പ്രവാചകനോട് സംസാരിച്ചല്ലോ, പ്രവാചകത്വ മുദ്രയും താങ്കൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രവാചകൻ തന്നെയാണോ ഈ പ്രവാചകൻ? അതേ പറഞ്ഞു, നഅം, അതെ, ആ പ്രവാചകൻ തന്നെയാണ്. എന്നാൽ നമുക്ക് വിശ്വസിക്കണ്ടേ? ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്ന പ്രവാചകനാണെങ്കിൽ ഞങ്ങൾ ആ പ്രവാചകനെ വിശ്വസിക്കണ്ടേ? അദ്ദേഹം പറഞ്ഞു, പറ്റില്ല. കാരണം അദാവത്താണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനായ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലുള്ള പ്രവാചകനാണ്. ഇദ്ദേഹം ഇസ്മായിൽ നബിയുടെ പരമ്പര, അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പ്രവാചകത്തെ മുദ്ര കണ്ടിട്ട് അത് വിശ്വസിക്കാതെ കാഫറായി പോയവരുമുണ്ട്, അതിലൂടെ വിശ്വാസികളായിട്ടുള്ള ആളുകളും ഉണ്ട്. മഹാന ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നല്ല കാര്യങ്ങളും പ്രവാചകന്റെ വലതുഭാഗത്താണ് ഉണ്ടാകുക. പക്ഷെ പ്രവാചകത്തിന്റെ ഖാത്തം എന്തുകൊണ്ടാണ് ഇടത് ഭാഗത്ത് റസൂലുള്ളാഹിന്റെ യുംനയിൽ വരാതെ എന്തുകൊണ്ടാണ് യുസ്രയിൽ വന്നത്? ഇടത് ഭാഗത്ത് എന്തുകൊണ്ടാണ് വന്നത്? മഹാൻ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി വല്ലാഹു അലം അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയാൻ, ലിഅന്നഹു മഅസൂമുൻ മിൻ വസ്വസത്തി ശയാത്തീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ വസ്വാസിൽ നിന്ന് മഅസൂമാണ്. പ്രവാചകന്റെ ജീവിതത്തിലേക്കും പൈശാചികമായ വസ്വാസുകൾ ഉണ്ടാവുകയില്ല. ഇടതുഭാഗം എന്ന് പറഞ്ഞാൽ വദാലിക്കൽ മൗദിഉ യദ്ഖുലു മിൻഹു ശൈത്താൻ ലിയുവസ്വിസ ഇബ്നു ആദം, ആദമിന്റെ മക്കൾക്ക് വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി പിശാച് മനുഷ്യന്റെ ഭാഗത്തേക്ക് ഇടതുഭാഗത്തിലൂടെയാണ് പ്രവേശിക്കുക. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിക്കൊണ്ടാണ്, ഒരു സംരക്ഷണമായിക്കൊണ്ടാണ് അത് ഇടതുഭാഗത്ത് വന്നത് എന്ന് മഹാൻ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയാൻ. ഇനി ഇതുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട്. അത് റസൂലുള്ളാഹിന്റെ മുഹമ്മദ് റസൂലുള്ളാഹി എഴുതി വെച്ചിരുന്നു ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. അതൊന്നും ഹദീസിൽ വന്നിട്ടില്ല. ഒരു ചെറിയ ഒരു മാംസക്കഷ്ണം, അത് റസൂലുള്ളാഹിന്റെ ഇടതുഭാഗത്തൊരു വെളുത്ത മാംസക്കഷ്ണം, അത് പ്രവാചകത്വ മുദ്രയാണ്, അത് നബിയാണ് എന്നത് അള്ളാഹുവിന്റെ സീലായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചതാണ്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് റസൂലാണെന്നും അവസാനത്തെ പ്രവാചകനാണ്. ഇനി ലാ നബിയ്യ ബഅദി, റസൂലുള്ളാഹിക്ക് ശേഷം ഒരു പ്രവാചകനില്ല എന്നതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടയാളമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഒരു അടയാളമാണ്. അതൊക്കെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഇങ്ങനെയാണ് പ്രവാചകനെ അടുത്തറിയുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ അടുത്തറിയുമ്പോഴാണ് പ്രവാചകനെ സംബന്ധിച്ചുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നമുക്ക് വർദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ പിന്തുടർന്ന് അനുധാവനം ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أوصيكم وإياي ثانيا بتقوى الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു, പക്ഷേ പ്രവാചകൻ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യൻ ആയിരുന്നില്ല. പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ്.
നമ്മളെപ്പോലെ മനുഷ്യനാണ് എന്നുള്ളത് ശരിയാണ്, പക്ഷെ നമ്മളെപ്പോലെ എന്നുള്ളത് ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മലക്കല്ല, പ്രവാചകൻ നൂറ് കൊണ്ട് പടക്കപ്പെട്ടവനല്ല. അങ്ങനെയാണ് ചില ആളുകൾ ധരിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണ്. ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം. റസൂലുള്ളാഹിന്റെ നൂറിനെയാണ് ലോകം പടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, നബിയെ നിങ്ങളില്ലെങ്കിൽ ലോകം ഞാൻ പടക്കുകയില്ല എന്ന വിശ്വാസങ്ങളൊക്കെ ഇസ്ലാമികമായി കൊണ്ടൊരിക്കലും ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഉള്ളതുപോലെ വിശ്വസിക്കണം. നമ്മൾ ഇല്ലാത്തത് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായ പ്രത്യേകതകളുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ മസസ്സു ദീബാജത്തൻ വലാ ഹരീറ അലിയൻ മിൻ കഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ അത് പട്ടുവസ്ത്രത്തെക്കാളും വളരെ സോഫ്റ്റ് ആയിരുന്നു. മാത്രമല്ല വലാ ശബംതു മിസ്കതൻ വലാ അംബറ അത്യമ മിൻ റാഹിയത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. പ്രവാചകന്റെ വിയർപ്പ് അത് അംബറിനേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു. അംബർ എന്ന് പറഞ്ഞാൽ ഈ തിമിംഗലത്തിന്റെ ഛർദിലിനാണ് അംബർ എന്ന് പറയാം. ലോകത്ത് ഏറ്റവും മൂല്യമുള്ള ഏറ്റവും വിലയേറിയതുമായിട്ടുള്ള സുഗന്ധ വസ്തുവാണ് തിമിംഗലത്തിന്റെ ഛർദിൽ. അതിന് അംബർ എന്ന് പറയാം. ആ അംബറിനേക്കാൾ സുഗന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലുണ്ടായിരുന്നു. നമ്മുടെ വിയർപ്പിന് ദുർഗന്ധമല്ല ഉണ്ടാകുക, പക്ഷെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം അങ്ങനെയല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ ഒരു കാഴ്ച പിന്നിലേക്കുണ്ടായിരുന്നു. നമസ്കാരത്തിന് സമയം കഴിഞ്ഞാൽ അത് അവസാനിക്കും. സഹാബത്ത് എങ്ങനെയാണ് നമസ്കരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പിലേക്ക് തിരിഞ്ഞാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാക്കിലേക്ക് കാണാൻ കാഴ്ചയുണ്ടായിരുന്നു. ഇത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. പക്ഷെ അത് സദാസമയം ഉണ്ടാകില്ല. നിസ്കാരത്തിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 30 ആളുകളുടെ ശാരീരിക ശക്തി ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ പ്രവാചകൻ മനുഷ്യനാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മലക്കല്ല. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുവർഗത്തിൽപ്പെട്ട ആളല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് ഖുസൂസിയാത്തുകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഉള്ളതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. ഇല്ലാത്തതൊന്നും നമ്മൾ അംഗീകരിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട യാതൊരു കാര്യമില്ല. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഈ റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ മൻഖൂസ് മൗലൂദ് സാധാരണ എല്ലാവരും ഓതുന്ന മൗലൂദാണ്. ആ മൗലൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരുപാട് കഥകളുണ്ട്. അത് റസൂലുള്ളാഹിന്റെ നൂറ് ആദ്യം ഉണ്ടാക്കി, ആ നൂറ് പിന്നെ ഖിസ്മാക്കി, അതിൽ നിന്ന് ജിബ്രീൽ മീകായിൽ ഉണ്ടാക്കി, അതിൽ നിന്നാണ് പിന്നെ ലോകം ഉണ്ടാക്കിയത്, അതിൽ നിന്നാണ് പിന്നീട് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വൽ ഖൽഖ് റസൂലുള്ളാഹിയാണ് എന്ന് പറയുന്ന ഖുറാഫാത്തുകൾ, അന്ധവിശ്വാസങ്ങൾ, ഇതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യം. എന്നാൽ ഉള്ളതുപോലെ വിശ്വസിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. നമ്മളൊക്കെ അബദ്ധങ്ങൾ പറയും, സംസാരിച്ചാൽ തെറ്റിപ്പോകും, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും അബദ്ധങ്ങൾ ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി ഇസ്മത്ത്, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ അറിയാനും മനസ്സിലാക്കാനും അദ്ദേഹത്തെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും മൈക്രോ സെക്കൻഡുകളിലും അനുധാവനം ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു മുഅ്മിനായി ജീവിക്കുവാനും മുഅ്മിനായിക്കൊണ്ട് ലോകത്തോട് ഇവിടെ പറയാനും അള്ളാഹു നമുക്കെല്ലാം അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. നമ്മളിത് രോഗം മൂലം കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന സഹോദരന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർ ജൂയിശൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ ജൂയിശൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد.